കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിയും ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ ചതുർത്ഥ സ്കന്ധത്തിലെ പൃഥുചരിതത്തിൽ 17-ാം അധ്യായമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. പൃഥുവിൻ്റെ മഹിമകളെയും ഭാവി കർമ്മങ്ങളെയൊക്കെ വാഴ്ത്തി സ്തുതിച്ചതായ സൂത മാഗധ വന്ദികൾക്ക് അദ്ദേഹം പല വിധത്തിലുള്ള സമ്മാനങ്ങളും നൽകി അവരെ സന്തോഷിപ്പിച്ചു. അതുപോലെ ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, ഭൃത്യന്മാർ, മന്ത്രിമാർ, പുരോഹിതന്മാർ, പട്ടണവാസികൾ, ഗ്രാമവാസികൾ, തൊഴിലാളികൾ, സാധാരണ പ്രജകൾ തുടങ്ങിയ എല്ലാവരെയും അദ്ദേഹം സംതൃപ്തരാക്കി തീർത്തു. ആ രീതിയിലായിരുന്നു പൃഥുവിൻ്റെ പെരുമാറ്റവും ഭരണവും. ഇങ്ങനെ കേട്ടുകഴിഞ്ഞപ്പോഴാണ് വിതുരൻ ചോദിക്കുന്നത്, അല്ല, അങ്ങ് പറഞ്ഞുവല്ലോ ഭൂമിയെ പശുവാക്കി എന്നും അങ്ങനെ ആ പശുവായി തീർന്നതായ ഭൂമിയെ കറന്നു എന്നും പറഞ്ഞുവല്ലോ. അതെന്തായിരുന്നു, ആരായിരുന്നു പൈക്കിടാവ് തുടങ്ങിയിട്ടുള്ള ആ കഥ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്ന് ചോദിച്ചതിനനുസരിച്ച് പിന്നീട് മൈത്രേയ മഹർഷി അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ കഥ കേട്ടാൽ കൊള്ളാം എന്ന ആഗ്രഹത്തോടുകൂടി വിതുരൻ പ്രേരിപ്പിച്ച സമയത്ത് സന്തോഷത്തോടുകൂടി മൈത്രേയ മഹർഷി മറുപടി പറയാൻ തുടങ്ങി. പ്രജാപാലകനായി ഋഷികൾ പൃഥുവിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ആഹാരപദാർത്ഥങ്ങളൊന്നും ഇല്ലാതെ ക്ലേശിച്ചിരുന്നതായ ജനങ്ങൾ, പ്രജകൾ വിശപ്പ് കൊണ്ട് തളർന്നവരായി രാജാവിൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞു. കാരണം ഇവിടെ ഗുണകീർത്തനങ്ങളും സൂത മാഗധവന്തികളുടെ പുകഴ്ത്തലും മറ്റുമൊക്കെ നടക്കുന്നു. ഈ കൊട്ടാരത്തിലിരിക്കുന്നവർക്ക് വിശപ്പറിയില്ലല്ലോ, പ്രജകൾക്കല്ല ആണല്ലോ ഈ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാകുന്നത്. കാരണം രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിച്ചു കഴിഞ്ഞാലും കൊട്ടാരത്തിൽ കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും, സൗഭാഗ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കീർത്തനങ്ങളും അതുപോലെയുള്ള കോലാഹലങ്ങളും നടക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞ് തളർന്ന് അവശരായിട്ടുള്ള പ്രജകളൊക്കെ അവിടെ വന്ന് പരാതി പറയാൻ തുടങ്ങി. വയം രാജൻ ജാഠരേണ അഭിതപ്താഹ, ഹേ രാജാവേ, ഞങ്ങൾ വിശപ്പ് കൊണ്ട് പരവശരായിട്ടിരിക്കുകയാണ്. അങ്ങിപ്പോൾ ഞങ്ങളുടെ രക്ഷിതാവായി വന്നിട്ടുണ്ടല്ലോ, അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ആഹാരമില്ലാതെ ഞങ്ങളെല്ലാവരും തീരെ ഇല്ലാതെയാകുന്നതിന് മുമ്പ്, മരിച്ചു പോകുന്നതിന് മുമ്പ് ഭക്ഷണം നൽകി ഞങ്ങളെ രക്ഷിക്കണം. അങ്ങ് ഞങ്ങൾക്ക് ആഹാരം നൽകാൻ, ഞങ്ങളെ പരിപാലിക്കാൻ ചുമതലപ്പെട്ടവനാണല്ലോ. കേവലം രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി എന്ന് പറയുന്ന സമയത്ത് വലിയ ഉത്തരവാദിത്വമാണ്. ജനങ്ങളുടെയൊക്കെ സംരക്ഷണം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവരെ പരിപാലിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കർത്തവ്യം കൂടി രാജാവിൽ അല്ലെങ്കിൽ ഭരണാധികാരിയിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. അങ്ങനെ പ്രജകളുടെയൊക്കെ ആ ദീനമായിട്ടുള്ള രോദനം കേട്ടതായ പൃഥു മഹാരാജാവ് അവർക്ക് ആഹാരമില്ലാതെ ഇരിക്കാൻ കാരണം എന്താണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു, മറ്റുള്ളവരോട് അന്വേഷിച്ചു. ഇപ്പോൾ ഭൂമിയിൽ സസ്യങ്ങളും ധാന്യങ്ങളൊന്നും വിളയുന്നില്ല, അതാണ് പ്രജകളുടെ പട്ടിണിക്ക് കാരണം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം എന്തെങ്കിലും ഈ സസ്യജാലങ്ങളും, അതുകൊണ്ടാണ് കൃഷി എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഭൂമിയിൽ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ടാവൂ. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക, ഭൂമിയെ വേണ്ട രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഭക്ഷണം എന്നുള്ളത് എല്ലാ ജീവികൾക്കും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭൂമിയിൽ സസ്യങ്ങളും ധാന്യങ്ങളൊന്നും വേണ്ട രീതിയിൽ വിളയുന്നില്ല, അതാണ് പ്രജകളുടെ പട്ടിണിക്ക് കാരണം എന്ന് രാജാവിന് മനസ്സിലായി. ഉടനെ തന്നെ ത്രിപുരഹന്താവായിട്ടുള്ള പരമശിവനെ പോലെ ക്രുദ്ധനായിക്കൊണ്ട് ഭൂമിക്ക് നേരെ വില്ലിൽ ശരം തൊടുത്തുകൊണ്ട് രാജാവ് വരികയാണ്.
ആയുധം ധരിച്ചു വരുന്ന പൃഥുവിനെ കണ്ട് ഭയപ്പെട്ട് വിറച്ചതായിട്ടുള്ള ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ച് ഓടാൻ തുടങ്ങി. ഈ എല്ലാറ്റിനും ഒരു അധിദേവതയുണ്ട് എന്നാണ് പറയുന്നത്. ഉപനിഷത്തിലൊക്കെ അത് വ്യക്തമായിട്ട് പറയും. ഇപ്പോൾ ശരീരം പ്രവർത്തിക്കുന്നത് ജീവനുള്ളതുകൊണ്ടാണ്. എന്നാൽ ഈ ശരീരത്തിൽ എവിടെയാണ് ജീവനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുക? ജീവനുള്ളത് കൊണ്ടാണ് ഇത് ചേഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ ഇത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നത്, നശിച്ചു പോകാതെ. അതുകൊണ്ടാണല്ലോ ഈ ശരീരത്തിൽ നിന്ന്, മനുഷ്യനല്ല ഏത് ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടുമാറിക്കഴിഞ്ഞാൽ ഈ ശരീരം അഴുകാൻ തുടങ്ങും, നശിക്കാൻ തുടങ്ങും. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് തന്നെ ഈ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. ഇത് അഴിയാൻ തുടങ്ങും. അങ്ങനെ അഴുകിപ്പോകാതെ, ദുർഗന്ധം വമിപ്പിക്കാതെ ഈ ശരീരത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ജീവചൈതന്യം ഉള്ളതുകൊണ്ടാണ്. അപ്പം നമ്മൾ സാധാരണ മനുഷ്യൻ ഇപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ കുളിച്ചില്ലെങ്കിലും ആ വിയർപ്പിൻ്റെയും മറ്റുമൊക്കെ ദുർഗന്ധം ഉണ്ടാവുന്നല്ലാതെ അതല്ലാതെ ദുർഗന്ധം വരുന്നില്ല. എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു മൃതശരീരമാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലോ അത് വീർക്കാൻ തുടങ്ങും, അത് അഴുകാൻ തുടങ്ങും, ചീഞ്ഞളിയാൻ തുടങ്ങും. അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ ഇതിനെ കാത്തു സൂക്ഷിക്കുന്ന, പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, അതിനെ ധാരണം ചെയ്യുക എന്ന് പറയും, നിലനിർത്തുന്നതായിട്ടുള്ള ഒരു ശക്തി ശരീരത്തിലുള്ള ജീവനാണ്, ജീവചൈതന്യമാണ്. എന്നാൽ ഈ ജീവചൈതന്യം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എവിടെയാണ് ഉള്ളത് എന്ന് ആർക്കാണ് കാണിച്ചു കൊടുക്കാൻ സാധിക്കുക? നമുക്ക് ആർക്കും എടുത്തു കാണിക്കാനോ ഇന്ന സ്ഥലത്താണോ ഉള്ളതെന്നോ പറയാൻ സാധിക്കില്ല. എന്നാലൊരു ജീവചൈതന്യം ഉണ്ട്, അതാണ് ഈ ശരീരത്തെ നിലനിർത്തുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. ഇതുപോലെ തന്നെ ഉപനിഷത്തിൽ പറയും, ഓരോന്നിലും പൃഥിവ്യാം അധിതിഷ്ഠൻ പൃഥിവ്യാം അന്തരോ യമയതി യം പൃഥിവീന വേദ. അതായത് ഭൂമിയെ നിയന്ത്രിച്ചുകൊണ്ട്, ഭൂമിയെ പരിപാലിച്ചുകൊണ്ട്, ഭൂമിയിൽ നിലകൊള്ളുന്നതായ ശക്തി. അന്തര്യാമി ബ്രാഹ്മണം എന്ന് പറഞ്ഞ് ബൃഹദാരണ്യക ഉപനിഷത്തിൽ വരുന്ന ഒരു ഭാഗമുണ്ട്, അന്തര്യാമി ബ്രാഹ്മണം എന്ന് പറയും. അതിൽ ഓരോന്നിലും ഈ അന്തര്യാമിയായി നിലകൊള്ളുന്ന ആ ചൈതന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെ ഭൂമിക്ക് അറിയാൻ സാധിക്കുന്നില്ല, എന്നാൽ ഭൂമിയുടെ സകല പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഏതുപോലെയാണോ മനുഷ്യ ശരീരത്തിൽ ജീവൻ, മനുഷ്യ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ജീവചൈതന്യമാണെങ്കിലും സാധാരണ ഒരു മനുഷ്യന് ഈ ജീവനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ല. ഉണ്ടെന്നറിയാമെന്നല്ലാതെ മറ്റൊന്നും അറിയാൻ സാധിക്കുന്നില്ല. അതാണ് നിന്റെ അന്തര്യാമി എന്ന് പറഞ്ഞ് യാജ്ഞവൽക്യൻ അവിടെ പറയുന്നുണ്ട് ബൃഹദാരണ്യക ഉപനിഷത്തിൽ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സൂര്യദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിത്യൻ്റെ ഉള്ളിൽ, സൂര്യഗോളത്തിൻ്റെ ഉള്ളിൽ ആ സൂര്യനെ ധാരണം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ശക്തിവിശേഷത്തെയാണ് സൂര്യദേവൻ എന്ന് പറയുന്നത്. അതുപോലെ ഭൂമി ദേവി എന്ന് പറയുന്നത് ഭൂമിയെ ധാരണം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ശക്തിവിശേഷം. അതിന് ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെ ദേവതാ സങ്കല്പമായിട്ട് പറയുന്നു. അങ്ങനെയുള്ള ആ ഭൂമി ദേവിയാണ് പൃഥുവിനെ കണ്ട് ഭയപ്പെട്ട്, കാരണം അധർമ്മം ചെയ്ത ആൾക്ക് ഭയമുണ്ടാവും, തെറ്റ് ചെയ്ത ആൾക്ക് സ്വാഭാവികമായിട്ടും ഭയമുണ്ടാകുമല്ലോ. ഇപ്പോൾ വഴിയിലൂടെ നടന്നു പോകുന്ന 10 പേര് നടന്നു പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു പോലീസ് വാഹനത്തിൻ്റെ സൈറൺ കേൾക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ കള്ളനോ മോഷ്ടാവോ മറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അന്യായ പ്രവൃത്തി ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയാൾക്ക് ഈ സൈറൺ കേൾക്കുമ്പോൾ പരിഭ്രമം ഉണ്ടാവും. എന്നാൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്കാണെങ്കിലോ പരിഭ്രമം ഉണ്ടാകുന്നില്ല, കാരണം അയാൾക്ക് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഭൂമിയിലുള്ള പ്രജകളെ പരിപാലിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഭൂമിയുടെ ധർമ്മമായിട്ടുള്ള സമയത്ത് അതിനെ വേണ്ട രീതിയിൽ നിറവേറ്റാത്തതായിട്ടുള്ള ഭൂമിക്ക് പൃഥുവ് വരുന്നത് കണ്ട സമയത്ത് ഭയം വന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. ഭയം വന്നു എന്ന് മാത്രമല്ല, ഭയന്ന് വിറച്ചതായിട്ടുള്ള ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ പൃഥു ആകട്ടെ
കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടി വില്ലിൽ ശരം തൊടുത്തുകൊണ്ട് ഭൂമിയെ പിന്തുടർന്നു. എല്ലാ ദിക്കുകളിലും അതുപോലെ തന്നെ അവാന്തര ദിശകളിലും സ്വർഗത്തിലും അന്തരീക്ഷത്തിലും എല്ലായിടത്തും ഭൂമിദേവി രക്ഷയ്ക്ക് വേണ്ടി ഓടി. പക്ഷേ എല്ലാ സ്ഥലത്തും തന്നെ അനുഗമിക്കുന്നതായിട്ടുള്ള പൃഥുവിനെ കണ്ടു. സർവേശ്വരൻ്റെ അവതാരമായതുകൊണ്ട് തന്നെ പൃഥുവിന് അതൊരു പ്രയാസമുള്ള കാര്യമായില്ല. എവിടെയൊക്കെ ഓടിയിട്ടും പൃഥുവിൽ നിന്ന് രക്ഷയില്ല എന്ന് ബോധ്യം വന്നതായിട്ടുള്ള ഭൂമിദേവി തകർന്ന ഹൃദയത്തോടുകൂടി നിരാശയോടുകൂടി തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് മഹാനുഭാവനായിട്ടുള്ള പൃഥുവിനോട് പറഞ്ഞു, ധർമ്മജ്ഞനും ദുഃഖിതരിൽ ദയാലുവുമായിട്ടുള്ള ഹേ രാജാവേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുന്നവനല്ലേ? എന്നെ കൂടി രക്ഷിക്കാൻ അങ്ങ് ബാധ്യസ്ഥനാണ്. കാരണം ഞാനും അങ്ങയുടെ രക്ഷയിൽപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ദുഃഖിതയും നിരപരാധിനിയും സ്ത്രീയുമായിട്ടുള്ള, നിരപരാധികളെ വധിക്കാൻ പാടില്ല, സ്ത്രീകളെ വധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ പാടില്ല, ദുഃഖിക്കുന്നവരെ വീണ്ടും ദുഃഖിപ്പിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ധർമ്മനീതിയാണ്. അങ്ങനെയുള്ള എന്നെ ധർമ്മജ്ഞനായിട്ടുള്ള അങ്ങ് കൊല്ലുന്നത് അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുന്നത് ശരിയാണോ? സ്ത്രീകൾ അപരാധിനികളാണ് എങ്കിൽ പോലും ധാർമ്മികന്മാർ അവരെ കൊല്ലാറില്ല. ആ സ്ഥിതിക്ക് അങ്ങയെപ്പോലെയുള്ള ധാർമ്മികനും ദയാലുവുമായിട്ടുള്ള ആളുകൾ അതിനെ തുനിയാൻ ശ്രമിക്കുന്നത് ശരിയാണോ? ഭൂമിയായ എന്നിലല്ലേ പ്രജകളൊക്കെ നിലനിൽക്കുന്നത്? അപ്പോൾ എന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങയ്ക്ക് വേറെ ഒരു അനർത്ഥമുണ്ട്. അങ്ങയുടെ ഈ പ്രജകളൊക്കെ പിന്നെ എവിടെ നിലനിൽക്കും? ആരവരെ രക്ഷിക്കും? ഞാനല്ലേ അങ്ങയുടെ പ്രജകളൊക്കെ പരിപാലിക്കുന്നത് എന്ന് ഭൂമിദേവി പറയുകയാണ്. ഇത് കേട്ടതായിട്ടുള്ള പൃഥു മറുപടി പറഞ്ഞു, ഹേ ഭൂമി, നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം നീ എൻ്റെ ശാസനയെ അനുസരിക്കാത്തവളാണ്. യാഗത്തിൽ നീ ആവിർഭാഗം സ്വീകരിക്കുന്നവളാണ്. എന്നിട്ടും വേണ്ടതായിട്ടുള്ള രീതിയിൽ പ്രജകൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരമായിട്ടുള്ള സസ്യങ്ങളെയും ധാന്യങ്ങളെയൊക്കെ വിളയിപ്പിക്കാത്തവളാണ്. ഏതുപോലെയാണ് നിന്റെ പ്രവൃത്തി എന്നാണെങ്കിൽ, ദിവസേന സമൃദ്ധമായിട്ട് പുല്ലും വൈക്കോലും ഒക്കെ തിന്ന് ഒരു തുള്ളി പാലുപോലും ആ ഉടമസ്ഥന് ചുരത്തിക്കൊടുക്കാത്തവൾ ആയിട്ടുള്ള ഒരു കള്ളിപ്പശുവിനെ പോലെയാണ് നിന്റെ പ്രവൃത്തി. അങ്ങനെയുള്ള ആ കള്ളപ്പശുക്കളെ അടിക്കുക തന്നെ വേണം. അതിന് യാതൊരു ദയയും വിചാരിക്കരുത്. അതുപോലെയല്ലേ നിന്റെ പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നിന്നെ ശിക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും വരാൻ പോകുന്നില്ല. പിന്നെ നീ പറഞ്ഞുവല്ലോ, സ്ത്രീയാണ്, സ്ത്രീകളെ ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ളത്. തെറ്റ് ചെയ്യുന്ന സമയത്ത് സ്ത്രീയോ പുരുഷനോ എന്നുള്ള വ്യത്യാസമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് തെറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ ശിക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റ് ചെയ്യുന്ന സമയത്ത് താൻ സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറയാൻ കാരണം സ്ത്രീ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയൊക്കെ മൂർത്തി രൂപമാണെന്നുള്ളത് കൊണ്ടാണ് സ്ത്രീക്ക് അങ്ങനെ ഒരു പരിഗണന കൊടുത്തിട്ടുള്ളത്. എന്നാൽ ആ സ്ത്രീ തന്നെ ക്രൂരമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതുകൊണ്ട് നീ സ്ത്രീയാണ് എന്നുള്ളതായ ആ ഒരു അടവൊന്നും അല്ലെങ്കിൽ ആ ഒരു നാട്യമൊന്നും എൻ്റെ അടുത്ത് കൊണ്ടുവരണ്ട. മാത്രമല്ല, നീ പറഞ്ഞുവല്ലോ, നിന്നിലാണ് എൻ്റെ പ്രജകളൊക്കെ നിലനിൽക്കുന്നത്. നീ നശിച്ചു കഴിഞ്ഞാൽ, നീ ഇല്ലാതെയായി കഴിഞ്ഞാൽ പ്രജകളെ ആര് സംരക്ഷിക്കും, എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളത് ഞാൻ എൻ്റെ യോഗശക്തി കൊണ്ട് എൻ്റെ പ്രജകളെ പരിപാലിച്ചോളാം. അതിനെനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിന്നെ ശിക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും എനിക്കുണ്ടാവില്ല. കാരണം ബ്രഹ്മദേവൻ മനുഷ്യർക്ക് ആഹാരമായിട്ട് സൃഷ്ടിച്ചതായിട്ടുള്ള സസ്യങ്ങളെയും ധാന്യങ്ങളെയൊക്കെ പുറമേക്ക് പ്രകാശിപ്പിക്കാതെ നീ എൻ്റെ പ്രജകളെ പട്ടിണിക്കോലങ്ങളാക്കി തീർത്തിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ ധർമ്മം, അവരവരുടെ പ്രവൃത്തി ചെയ്യണം എന്നുള്ളതാണല്ലോ. ആ നിലയ്ക്ക് നിൻ്റെ പ്രവൃത്തിയാണ് പ്രജകൾക്ക് വേണ്ടതായിട്ടുള്ള സസ്യജാലങ്ങളെ, അന്നത്തെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അത് ചെയ്യാത്ത അധർമ്മമാണ് നീ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രജകളെ പട്ടിണിക്കോലങ്ങളാക്കി തീർത്തതായിട്ടുള്ള നിന്നെ എൻ്റെ ശരങ്ങളെ കൊണ്ട് പിളർന്ന് നിൻ്റെ മാംസം എടുത്ത് ഞാൻ വിശന്നു പൊരിയുന്നതായിട്ടുള്ള എൻ്റെ പ്രജകളുടെ വിശപ്പ് മാറ്റാൻ പോവും, അല്ലെങ്കിൽ വിശപ്പ് തീർക്കും. അത്യന്തം അഹങ്കാരിയും ജീവജാലങ്ങളിൽ കാരുണ്യലേശം പോലും ഇല്ലാത്തവനായിട്ടുള്ള ആള്, അത് പുരുഷനോ സ്ത്രീയോ നപുംസകോ ആരായാലും ശരി, അവനെ കൊന്നതുകൊണ്ട് രാജാവിന് യാതൊരു പാപവും ബാധിക്കില്ല. വിനയമില്ലാത്തവളും അഹങ്കാരിയും മായ കൊണ്ട് പശുസ്വരൂപം സ്വീകരിച്ചവളുമായിട്ടുള്ള നിന്നെ
ഞാൻ എൻ്റെ ശരങ്ങളെ കൊണ്ട് എള്ളിൻമണികളെപ്പോലെ നുറുക്കും. അതിനുശേഷം പ്രജകളെ ഞാൻ യോഗപ്രഭാവം കൊണ്ട് ജലത്തിന് മുകളിൽ സംരക്ഷിച്ചു കൊള്ളാം. ഇങ്ങനെ പൃഥു കോപം കൊണ്ട് അന്തകനെ പോലെ ജ്വലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നോക്കാൻ പോലും കഴിയാത്തത്രയും കോപത്തോടു കൂടി നിൽക്കുന്നതായിട്ടുള്ള പൃഥുവിനെ കണ്ട് ഭൂമിദേവി ശരിക്കും ഭയപ്പെട്ടു വിറച്ചു. കാരണം പറയുന്നത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് പൃഥു എന്ന് മനസ്സിലായി. ആ പൃഥുവിനെ കണ്ട് ഭയപ്പെട്ട് വിറച്ചതായിട്ടുള്ള ഭൂമിദേവി വിനയത്തോടുകൂടി തൊഴുതുകൊണ്ട് ആ പൃഥുവിനെ സ്തുതിക്കാൻ തുടങ്ങി. ധര ഉവാച, ധര എന്ന് പറഞ്ഞ ഭൂമി, നമഃപരസ്മൈ പുരുഷായ മായയ വിന്യസ്തനാനാതനവേ ഗുണാത്മനെ നമസ്വരൂപാനുഭവേന നിർധുത ദ്രവ്യക്രിയാകാരക വിഭ്രമോർമയേ. യോഗമായ കൊണ്ട് അനേകം രൂപങ്ങൾ ധരിക്കുന്നവനും ഗുണമയനായി പ്രകാശിക്കുന്നവനും വാസ്തവത്തിൽ സ്വസ്വരൂപാനുഭവത്താൽ ഞാനെന്ന അഹങ്കാരവും അതുകൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള രാഗദ്വേഷാദികളൊക്കെ വെടിഞ്ഞവനും പരമപുരുഷനുമായിട്ടുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. എന്നിട്ട് പറയണു, ഏനാഹമാത്മായ തനം വിനിർമ്മിത ധാത്രായ തോയം ഗുണസർഗസംഗ്രഹ സയേവ മാം ഹന്തുമുദായുധസ്വരാൻ ഉപസ്ഥിതുന്യം ശരണം കമാശ്രയേ. സൃഷ്ടികർത്താവായിട്ടുള്ള യാതൊരു ഭഗവാൻ സകലർക്കും ഇരിപ്പിടമായിട്ട് എന്നെ മുമ്പ് സൃഷ്ടിച്ച് എന്നിൽ ത്രിഗുണാത്മകവും കർമാധീനവുമായിട്ടുള്ള ഈ ഭൂതഗ്രാമങ്ങളെ മുഴുവൻ നിലനിർത്തിയോ ആ നിത്യസ്വതന്ത്രനായിട്ടുള്ള അങ്ങ് തന്നെ എല്ലാറ്റിനും ആധാരയായിട്ടുള്ള എന്നെ ഇപ്പോൾ കൊല്ലാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആരെയാണ് ശരണം പ്രാപിക്കുക എന്ന് ചോദിക്കുകയാണ്. കാരണം അങ്ങാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ സൃഷ്ടിച്ചിട്ടായിട്ടുള്ള എന്നെ അങ്ങ് ഇപ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ആയുധമുയർത്തിയതാ നിൽക്കുന്നു. ഈ പരിതസ്ഥിതിയിൽ ഞാൻ ഇനി വേറെ ആരെയാണ് ശരണം പ്രാപിക്കുക? കാരണം തന്നെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന ആളെക്കാളും ശക്തനായിട്ടുള്ള ഒരാളെ പോയി ആശ്രയിച്ചാൽ മാത്രമല്ലേ ഇയാളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ. എന്നാൽ ഭഗവാനേക്കാളും വലിയതായിട്ടുള്ള വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് ഞാൻ ഇനി ആരെ ശരണം പ്രാപിക്കും എന്ന് ചോദിക്കുകയാണ്. തന്നെ ആശ്രയിച്ചതും ഊഹിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള മായ കൊണ്ട് ഈ ചരാചര പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അങ്ങാണ്. ആ മായയെ സ്വീകരിച്ച് ഇപ്പോൾ ലോകത്തെ രക്ഷിക്കാനായിട്ടാണ് അവതരിച്ചിട്ടുള്ളതും. ധർമ്മരക്ഷകനായിട്ടുള്ള അങ്ങ് എന്നെ കൊല്ലാൻ പോകുന്നത് ധർമ്മമാണോ? ഭഗവാനായ അങ്ങ് തന്നെയാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തിപ്പിക്കുന്നത്. ഏകനാണെങ്കിലും യോഗമായയാൽ അനേകനായി തീർന്ന് എല്ലാത്തിൻ്റെയും നിയന്താവായിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. അപ്രകാരമുള്ള ഭഗവാനായ അങ്ങയുടെ സങ്കല്പം മായ കൊണ്ട് മയങ്ങിയവർക്ക് ഒട്ടും അറിയാൻ കഴിയില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ ദേവതകൾ, ബുദ്ധി, അഹങ്കാരം എന്നീ തത്വങ്ങളാകുന്ന ശക്തികളെ കൊണ്ട് നിരന്തരം നടത്തുന്നത് അങ്ങ് തന്നെയാണ്. പ്രപഞ്ച ആകാരേണ വികസിക്കാനും പ്രപഞ്ചത്തെ തന്നിൽ തന്നെ ലയിപ്പിക്കാനുമുള്ള ശക്തിയോടുകൂടിയവനും എല്ലാറ്റിനും കാരണഭൂതനും പരമപുരുഷനുമായ നിന്തിരുവടിക്കിതാ എൻ്റെ നമസ്കാരം. സർവശക്തനും ജന്മാദി വികാരങ്ങളില്ലാത്തവനുമായിട്ടുള്ള ഹേ ഭഗവാനെ, അവിടുന്ന് സ്വയം സൃഷ്ടിച്ച പ്രപഞ്ചത്തെ നിലനിർത്താൻ വേണ്ടിയാണല്ലോ പണ്ട് ആദിവരാഹമൂർത്തിയായിട്ട് അവതരിച്ച് രസാതല ലോകത്ത് നിന്ന് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്. അന്ന് വരാഹരൂപത്തിൽ എന്നെ ഉദ്ധരിച്ച അവിടുന്ന് തന്നെയല്ലേ ജലത്തിൽ എന്നെ അവലംബിച്ച് നിൽക്കുന്ന ജീവജാലങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പൃഥുസ്വരൂപേണ അവതരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളതായ അങ്ങ് ഞാൻ പാൽ ചുരത്തുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ കൊല്ലാൻ ഒരുങ്ങുന്നുവോ? അല്ലെങ്കിൽ മായാൽ മയങ്ങിയ എന്നെപ്പോലെയുള്ളവർക്ക് അങ്ങയുടെ പ്രവൃത്തിയുടെയൊക്കെ താല്പര്യം എങ്ങനെ മനസ്സിലാകാനാണ്? വീരന്മാർക്ക് കീർത്തിയെ വളർത്തുന്നവനായിട്ടുള്ള അങ്ങേക്ക് വീണ്ടും വീണ്ടും എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിദേവി സ്തുതിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഈ അധ്യായം കഴിയുന്നത്. 18-ാം അധ്യായത്തിൽ വീണ്ടും കഥ തുടരുന്നു. പൃഥു ഭൂമിയെ ഗോരൂപത്തിൽ കറക്കുന്നു എന്നുള്ളതാണ് ഈ അധ്യായത്തിലെ വിഷയം. അപ്പോൾ ഭൂമിദേവി ഇങ്ങനെയൊക്കെ സ്തുതിച്ചിട്ടും കോപമടങ്ങാതെ ചുണ്ടുപറച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള പൃഥുവിനോട് ഭയചകിതയും വിനയാന്യതവുമായിട്ടുള്ള ഭൂമിദേവി വീണ്ടും പറഞ്ഞ്, രാജാവേ, അങ്ങയുടെ കോപമടക്കണം. ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധയോടെ കേൾക്കാൻ അങ്ങ് ദയ കാണിക്കണം. സജ്ജനങ്ങൾ എല്ലാത്തിൽ നിന്നും സാരത്തെ സ്വീകരിക്കുന്നവരാണല്ലോ.
ഈ ലോകത്തിലും പരലോകത്തിലും ശ്രേയസ്സിനുള്ള ഉപായങ്ങൾ ഋഷികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പണ്ടുള്ളവർ കാണിച്ചു തന്ന ഉപായങ്ങളെ ശ്രദ്ധയോടെ സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ എളുപ്പത്തിൽ കിട്ടും. എന്നാൽ അവയെ അവഗണിച്ച് തോന്നിയതുപോലെ പുതിയ മാർഗങ്ങളെ അവലംബിക്കുന്നവരുടെ പ്രവൃത്തികളോ വിഫലങ്ങളായിട്ട് തീരുകയും ചെയ്യും. ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ സസ്യങ്ങളെയും ധാന്യങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് യജ്ഞത്തിന് വേണ്ടിയിട്ടാണ്. അവയെ യജ്ഞാദികളോ വ്രതങ്ങളോ ഒന്നുമില്ലാത്ത ദുർജനങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. അതായത് ഭൂമിയിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള സസ്യജാലങ്ങളൊക്കെ നമ്മുടെ പ്രയത്നം മാത്രമല്ല, മറിച്ച് ഈശ്വരൻ്റെ ഒരു വരദാനം കൂടിയാണ്. നമ്മളിന്ന് വന്ന് ഉപഭോഗ സംസ്കാരത്തെ അല്ലെങ്കിൽ ചൂഷണ സംസ്കാരത്തെയാണ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി പ്രകൃതി വിഭവങ്ങളെ എത്ര കണ്ട് ചൂഷണം ചെയ്യാൻ പറ്റുമോ അത്രയും ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സങ്കല്പം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഖനികളിലൂടെ ഓരോന്നും നമ്മൾ കുഴിച്ചെടുക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എടുക്കുന്നതാണെങ്കിലും വൃക്ഷങ്ങളെ വെട്ടിമുറിക്കുന്നതാണെങ്കിലും എല്ലാം പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു കൾച്ചറാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഉപഭോഗ സംസ്കാരം എന്ന് പറയും. എന്നാൽ ഋഷിമാരായിട്ടുള്ള നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ത്യാഗ സംസ്കാരത്തെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ ഈ ഭൂമി ഒരു സ്വർഗമായി നിലനിർത്തുന്നതിന് വേണ്ടതായിട്ടുള്ള ആശയങ്ങളെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ പറഞ്ഞത്, ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ 10 വൃക്ഷങ്ങൾ നടണം, അല്ലെങ്കിൽ 10 വൃക്ഷത്തൈകൾ നട്ടതിന് ശേഷം മാത്രമേ ഒരു വൃക്ഷം മുറിക്കാവൂ. കാരണം മുറിക്കാൻ എളുപ്പമാണ്. നമ്മളിന്ന് തേങ്ങ ഉപയോഗിക്കുന്നതാണെങ്കിലും മാങ്ങ ഉപയോഗിക്കുന്നതാണെങ്കിലും നമ്മൾ ആരും നട്ടതായിട്ടുള്ള മാവിൽ നിന്നും തെങ്ങിൽ നിന്നുമല്ല. നമ്മുടെ പൂർവികരാരോ ചെയ്തതായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഒരു മാവെങ്കിലും ഒരു തെങ്ങെങ്കിലും നട്ടിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. കാരണം അത് നമ്മുടെ കടമയാണ്. പൂർവികർ ഉപയോഗിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ അവർ ചെയ്തതായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് കരുതി വയ്ക്കാനും ബാധ്യസ്ഥരാണ്. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഈശാവാസ്യ ഉപനിഷത്തിലും പറയുന്നത്, തേന തിക്തേന ഭുഞ്ജീഥ, നിങ്ങൾ അനുഭവിച്ചോളൂ. പക്ഷേ അനുഭവിക്കുന്ന സമയത്ത് ആ ഒരു ത്യാഗം, അതായത് നമ്മൾ അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികർ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്, ആ ഒരു ഓർമ്മയോടുകൂടി വരും തലമുറയ്ക്ക് മാറ്റിവെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ അനുഭവങ്ങളെ അനുഭവിക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് യജ്ഞങ്ങൾ ചെയ്യുക. കാരണം യജ്ഞത്തിലൂടെ ഈ പ്രകൃതിയുടെ നിയന്താവായിട്ടുള്ള പരമേശ്വരനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുക. ഒരു വർഷം വേണ്ട സമയത്ത് മഴയില്ലാതെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ കഴിയാവുന്നതേയുള്ളൂ നമ്മുടെയൊക്കെ അഹങ്കാരം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഈ കാര്യങ്ങളെന്ന് പറയുന്നത്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ ആയിക്കഴിഞ്ഞാൽ കഴിയും. അതിവൃഷ്ടിയോ അനാവൃഷ്ടിയോ, അതിവൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൂടുതലായി വെള്ളപ്പൊക്കം വരുന്നു. അനാവൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മഴ ഇല്ലാതെ വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 2-3 വർഷം മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ആരാണ് ഈ മഴയൊക്കെ പെയ്യിപ്പിക്കുന്നത്? പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ പരിപാലിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ടാണ് ഇവിടെ യജ്ഞത്തിൻ്റെ കാര്യം എടുത്തു പറയുന്നത്. ഈ യജ്ഞഭാവന, ത്യാഗഭാവന എന്നുള്ളത്. അപ്പോൾ ഈ പ്രകൃതിയെ എല്ലാറ്റിനും സൃഷ്ടിച്ചിട്ടുള്ളത് യജ്ഞത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ യജ്ഞാദികളോ വ്രതങ്ങളോ ഒന്നുമില്ലാത്ത ദുർജനങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഭൂമിദേവി പറയുന്നു. അതായത് ഈ ചൂഷണ സംസ്കാരം, ആ ചൂഷണ സംസ്കാരത്തിൽ പെരുമാറുന്നതായിട്ടുള്ള ആളുകളെ കണ്ടു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂമിയിലൊന്നും ഇല്ലാതെയാവും.
വരാൻ പോകുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. കാരണം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പെട്രോളിയം ഊറ്റിയെടുത്ത് എത്രയോ ബില്യൺ വർഷങ്ങളുടെ സഞ്ചയമാണ് ഭൂമിക്കടിയിൽ ഈ പെട്രോളിയം ധാതുക്കളായിട്ട് വരുന്നത്. അത് കൽക്കരിയാകട്ടെ, സ്വർണമാകട്ടെ, ഓരോ കാര്യങ്ങളും. അപ്പോൾ ഒരു അനിയന്ത്രിതമായിട്ട് ഇവയെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഭൂമിയിൽ ഇതൊന്നും ഇല്ലാതെയായി തീരും. ഈ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ ഇപ്പോൾ കുറച്ച് പെട്രോളിയത്തിനും മറ്റുമൊക്കെ കുറച്ച് നിയന്ത്രണം വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം എത്ര ദുസ്സഹമായി തീരുന്നു എന്ന് നമുക്കറിയാം. ഇതൊന്നും ഇല്ലാതെയായി തീരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ഭൂമിയിൽ സസ്യജാലങ്ങളില്ലാതെയായി, മഴയില്ലാതെയായി കഴിഞ്ഞാലുള്ള അവസ്ഥ വളരെ ദയനീയമായിരിക്കും, ഭയാനകമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ യജ്ഞാദികളോ വ്രതങ്ങളോ ഒന്നുമില്ലാത്തതായിട്ടുള്ള ദുർജനങ്ങളായിട്ടുള്ള ആളുകൾ ഈ ഭൂമിയിലെ വസ്തുക്കളെയൊക്കെ അനുഭവിക്കുന്നത് കണ്ടു. അങ്ങയെപ്പോലെ ഉത്തമനും ധാർമ്മികനുമായിട്ടുള്ളൊരു രാജാവ് അന്ന് പ്രജാപാലകനായിട്ടുണ്ടായിരുന്നില്ല. രാജാക്കന്മാരല്ലെങ്കിൽ ഭരണാധികാരികളാണ് പ്രജകളെ ധാർമ്മികരായിട്ട് നിലനിർത്തേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്വം രാജാക്കന്മാർക്കാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കള്ളന്മാരെ അകറ്റി പ്രജകളെ രക്ഷിക്കാൻ ആരുമില്ലാതെയായി. യജ്ഞങ്ങളെല്ലാം സമ്പൂർണമായിട്ടും ഉപേക്ഷിക്കപ്പെട്ടു. യജ്ഞങ്ങൾ ആചരിച്ചാലല്ലേ മഴയുണ്ടാവൂ സമയത്ത്. മഴ സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാലല്ലേ സസ്യങ്ങളും ധാന്യങ്ങളും ഒക്കെ വേണ്ട രീതിയിൽ ഉണ്ടായി വരൂ. യജ്ഞങ്ങളില്ലാതായതോടുകൂടി മഴയില്ലാതെയായി. മഴയില്ലാതായതോടുകൂടി സസ്യങ്ങളും ധാന്യങ്ങളൊക്കെ ക്രമേണ ക്ഷയിച്ചു. ഇങ്ങനെ ഈ നില തുടർന്നു കഴിഞ്ഞാൽ ഭാവിയിൽ യജ്ഞങ്ങൾ ചെയ്യാൻ പോലും സസ്യങ്ങളും ധാന്യങ്ങളും തീരെ ഇല്ലാതെയാവും. അങ്ങനെ സംഭവിക്കരുത് എന്ന് കരുതി ഞാൻ ചില സസ്യങ്ങളെയും ധാന്യങ്ങളെയൊക്കെ എൻ്റെ ഉള്ളിലേക്ക് വലിച്ചു. ഭൂമി മുളപ്പിക്കാതെയായി എന്ന് പറയുകയാണ്. എന്നാൽ അങ്ങനെ ഉള്ളിൽ സൂക്ഷിച്ച് കുറേ അധികം കാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ സസ്യവർഗങ്ങളൊക്കെ എൻ്റെ ഉള്ളിലിരുന്ന് ജീർണിച്ചുപോയി. ഇനി അവയെ എന്തെങ്കിലും ഉപായം കൊണ്ട് എന്നിൽ നിന്ന് പുറത്തു വരുത്തി അങ്ങ് സ്വീകരിക്കണം. അതിനൊരു വഴി ഞാൻ തന്നെ പറയാം. ഞാനിപ്പോൾ ഒരു പശുവായിട്ടാണല്ലോ നിൽക്കുന്നത്. എങ്ങനെയാണോ പശുക്കുട്ടിയെ ഉപയോഗിച്ച് കറന്ന് പാല് പശുവിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള പാലിനെ പുറത്തേക്ക് എടുക്കുന്നത്, അതുപോലെ അങ്ങ് എനിക്കൊരു പശുക്കുട്ടിയെയും ഒരു കറവക്കാരനെയും കറവു പാത്രത്തെയും നിശ്ചയിക്കൂ. ജീവരാശികൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരപദാർത്ഥങ്ങളെയൊക്കെ അങ്ങ് ഇച്ഛിക്കുന്നതിനനുസരിച്ച് ഞാൻ ചുരത്തി തരാം. ഭൂമിയായ ഞാനിപ്പോൾ കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. സമനിരപ്പല്ലാതെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നു. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം എല്ലാ ദിക്കിലും വ്യാപിച്ചാലേ സസ്യങ്ങൾക്കും ധാന്യങ്ങൾക്കൊക്കെ സമൃദ്ധി ഉണ്ടാവും. അതുകൊണ്ട് അതിനുവേണ്ടി എന്നെ ഒന്ന് സമനിരപ്പാക്കി തരുകയും വേണം എന്നും ഭൂമിദേവി പറയുകയാണ്. ഭൂമിദേവി ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭൂമിദേവി പറഞ്ഞതായിട്ടുള്ള പ്രിയവും ഹിതവുമായിട്ടുള്ള വാക്കിനെ പൃഥു അംഗീകരിച്ചു. അദ്ദേഹം ആദ്യം സ്വയംഭുവ മനുവിനെ പശുക്കുട്ടിയാക്കി മനുഷ്യർക്ക് വേണ്ടതായിട്ടുള്ള, അതായത് മനുഷ്യരുടെ ആഹാര സാധനമായിട്ടുള്ള സസ്യങ്ങളെയും ധാന്യങ്ങളെയൊക്കെ ഭൂമിയിൽ നിന്ന് കൈത്തലമാകുന്ന പാത്രത്തിലൂടെ കറന്നെടുത്തു. കയ്യിലൂടെ കറന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ കയ്യിൽ വാങ്ങിക്കുമല്ലോ, അതുപോലെ രണ്ട് കൈകളെയും കൂട്ടി കൈകളെ പാത്രമാക്കി സസ്യങ്ങളും ധാന്യങ്ങളും മനുഷ്യർക്ക് അതാണുള്ളത്, അതിനെ കറന്നെടുത്തു. അടുത്തതായിട്ട് വരുന്നത് ഋഷികളാണ്. മനുഷ്യർക്ക് വേണ്ടതിനെ കൊടുത്ത സമയത്ത് ഋഷികൾ വന്നു. ഋഷികൾ ബൃഹസ്പതിയെ, അവരുടെ നേതാവിനെ, അവരുടെ കൂട്ടത്തിൽ പ്രധാനിയായിട്ടുള്ള ആളെ ബൃഹസ്പതിയെ പശുക്കുട്ടിയാക്കി അവർക്ക് വേണ്ടതായിട്ടുള്ള ഭൂമിയിൽ നിന്ന് വേദസ്വരൂപമായിട്ടുള്ള പാലിനെ ഇന്ദ്രിയങ്ങളാകുന്ന പാത്രത്തിൽ കറന്നെടുത്തു. വേദത്തിനെ ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ, അതായത് ചെവി, വാക്ക്, കാത്, മനസ്സ്, ഇതിലൂടെയാണ് വേദശ്രവണം ഉണ്ടാകുന്നത്. ആചാര്യൻ തൻ്റെ വാക്കിലൂടെ, നാവിലൂടെ പറയുന്നു, അത് ശിഷ്യൻ ചെവിയിലൂടെ കേൾക്കുന്നു, മനസ്സിലൂടെ അതിനെ ഗ്രഹിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളാകുന്ന പാത്രത്തിൽ വേദസ്വരൂപമായിട്ടുള്ള പാലിനെ കറന്നെടുത്തു. കാരണം ഋഷിമാർക്ക് ജ്ഞാനം അതാണ് വേണ്ടത്, അവർക്ക് വേണ്ടതിന് അവരെടുത്തു. അടുത്തതായിട്ട് ഇന്ദ്രനെ കുട്ടിയാക്കിയിട്ട് ദേവന്മാരാണ് വരുന്നത്. ദേവന്മാരുടെ നേതാവാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രനെ പശുക്കുട്ടിയാക്കിയിട്ട് ദേവന്മാർ
സ്വർണ്ണപാത്രത്തിൽ അമൃതും മനഃശക്തിയും ശരീരശക്തിയും ഇന്ദ്രിയശക്തിയുമാകുന്ന പാല് കറന്നെടുത്തു. ദേവന്മാർക്ക് അതാണല്ലോ, അവർക്ക് അമൃതം വേണം, മനഃശക്തി ഉണ്ടാവണം, അതുപോലെ തന്നെ ശരീരശക്തി ഉണ്ടാവണം, ഇന്ദ്രിയശക്തി ഉണ്ടാവണം. കാരണം സ്വർഗഭോഗങ്ങൾ അനുഭവിക്കണമെങ്കിൽ ശരീരം ശക്തി ഉണ്ടാവണം, ഇന്ദ്രിയശക്തി ഉണ്ടാവണം, ഇതൊക്കെ വേണം. അതിന് വേണ്ടത് അവർ കറന്നെടുത്തു. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് അസുരന്മാരാണ്. അസുരന്മാർ അവരുടെ നേതാവായിട്ടുള്ള പ്രഹ്ലാദനെ കുട്ടിയാക്കിയിട്ട് ഇരുമ്പ് പാത്രത്തിൽ മദ്യത്തിനെ കറന്നെടുത്തു. അവർക്ക് അതാണ് വേണ്ടത്, അതുകൊണ്ട് മദ്യത്തിനെയാണ് അവർ കറന്നെടുത്തത്. ഗന്ധർവന്മാരും അപ്സരസുകളുമൊക്കെ അവരുടെ നേതാവായിട്ടുള്ള വിശ്വാവസുവിനെ കുട്ടിയാക്കിയിട്ട് താമരപ്പൂവാകുന്ന പാത്രത്തിൽ സംഗീതം, വാങ്മാധുര്യം, സൗന്ദര്യം ഇവയെ കറന്നെടുത്തു. അപ്സരസുകളും ഗന്ധർവന്മാരും ഒക്കെ സംഗീതവും സൗന്ദര്യമൊക്കെ ഉള്ള ആളുകളാണല്ലോ, അവരത് കറന്നെടുത്തു. സിദ്ധന്മാരാകട്ടെ കപിലനെ കുട്ടിയാക്കിക്കൊണ്ട് അണിമ, മഹിമ തുടങ്ങിയിട്ടുള്ള യോഗസിദ്ധികളെയാണ് കറന്നെടുത്തത്. ആകാശമാകുന്ന പാത്രത്തിലാണ് അവർ കറന്നെടുത്തത്. പിതൃക്കളാകട്ടെ അര്യമാവിനെ കുട്ടിയാക്കി ആമപാത്രത്തിൽ, അതായത് വേവിക്കാത്തതായിട്ടുള്ള പാത്രത്തിൽ, വേവിക്കാത്ത പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൺപാത്രം പച്ചയ്ക്കുള്ളതുണ്ട്, ചുട്ടതുമുണ്ട്. കലമൊക്കെ നമ്മൾ ചുട്ട് പാകപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ ഉപയോഗിക്കുക. എന്നാൽ പച്ചപാത്രമുണ്ട്. ഈ പച്ചപാത്രം പിതൃകർമ്മത്തിനൊക്കെ പച്ചപാത്രമാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിതൃക്കൾ അങ്ങനെയുള്ളതായിട്ടുള്ള ചൂളക്കി വെച്ച് വേവിക്കാത്തതായിട്ടുള്ള ആ പുതുക്കലത്തിൽ, പച്ചപാത്രത്തിൽ കവ്യത്തെ കറന്നെടുത്തു. മായാവികളാകട്ടെ മയനെ കുട്ടിയാക്കിയിട്ട് അന്തർധാനം തുടങ്ങിയിട്ടുള്ള മായാവിദ്യകളെയാണ് കറന്നെടുക്കുന്നത്. യക്ഷന്മാര്, രാക്ഷസന്മാര്, ഭൂതപ്രേത പിശാചുക്കൾ, മനുഷ്യമാംസം ഭക്ഷിക്കുന്ന രാക്ഷസന്മാർ, ഇവരൊക്കെ രുദ്രനെ പശുക്കുട്ടിയാക്കിയിട്ട് തലയോട്ടിയാകുന്ന പാത്രത്തിൽ രക്തം കറന്നെടുത്തു. കാരണം അവർക്ക് അതാണ് വേണ്ടത്. തേള്, പാമ്പ്, നാഗങ്ങൾ ഇവരൊക്കെ അവരുടെ നേതാവായിട്ടുള്ള തക്ഷകനെ കുട്ടിയാക്കിയിട്ട് അവരുടെ മാളമാകുന്ന പാത്രത്തിൽ വിഷം കറന്നെടുത്തു. ദംഷ്ട്രയുള്ളവയും മാംസം ഭക്ഷിക്കുന്നവയായിട്ടുള്ള മൃഗങ്ങൾ സിംഹത്തെ കുട്ടിയാക്കിയിട്ട് സ്വന്തം ശരീരമാകുന്ന പാത്രത്തിൽ മാംസം കറന്നെടുത്തു. അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണം മാംസമാണ്, അതിനെയാണ് അവർ സ്വീകരിക്കുന്നത്. പക്ഷികളാകട്ടെ ഗരുഡനെ കുട്ടിയാക്കി തീർത്ത് അവരുടെ ആഹാരമായിട്ടുള്ള കൃമികീടാദികളെയൊക്കെ അതുപോലെ ഫലമൂലാദികളെയൊക്കെയാണ് കറന്നെടുക്കുന്നത്. വൃക്ഷങ്ങളോ ആൽമരത്തെ കുട്ടിയാക്കിയിട്ട് ഉൾനീരാകുന്ന പാല് കറന്നെടുത്തു. അതായത് അവയുടെ ഉള്ളിലുള്ള കറയാകുന്ന പാല് കറന്നെടുത്തു. പർവ്വതങ്ങൾ ഹിമവാനെ കുട്ടിയാക്കിയിട്ട് താഴ്വരകളാകുന്ന പാത്രത്തിൽ മനയോല മുതലായിട്ടുള്ള പലതരം ധാതുക്കളെ കറന്നെടുത്തു. അങ്ങനെ എല്ലാവരും അവരവരിൽ പ്രധാനിയെ കുട്ടിയാക്കിയിട്ട് സർവാഭീഷ്ടപ്രദയായിട്ടുള്ള ഭൂമിയിൽ നിന്ന് അവരവരുടെ അഭീഷ്ടങ്ങൾ പാലിൻ്റെ രൂപത്തിൽ കറന്നെടുത്തു. കറവ് പാത്രവും കുട്ടിയും മാറിയതുകൊണ്ടാണ് പാലിന് മാറ്റം വന്നത്. അപ്പം ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കറന്നെടുത്തു എന്ന് പറയുന്നു. ഓരോരുത്തരും ഓരോ സാധനങ്ങളാണ് കറന്നെടുത്തത്. മനുഷ്യൻ സസ്യത്തെയും ധാന്യത്തെയും ഒക്കെ കറന്നെടുത്തു. ഋഷിമാർ വേദത്തെ കറന്നെടുത്തു. അസുരന്മാർ മദ്യത്തെ കറന്നെടുത്തു. ഇങ്ങനെയൊക്കെയല്ലോ. ഇവിടെ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാറ്റിനും സാധ്യതയുണ്ടെന്നുള്ളതാണ്. എല്ലാം ഭൂമിയിലെല്ലാം നമുക്ക് നേടിയെടുക്കാം. നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച്, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ഭൂമിയിൽ എന്തും വേണമെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കും. വിശേഷമായിട്ടും മനുഷ്യന്. കാരണം മനുഷ്യനാണ് വിശേഷബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നത്. മനുഷ്യന് വേണ്ടിയിട്ടാണല്ലോ ഈ ശാസ്ത്രം തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. നായയ്ക്കും പൂച്ചയ്ക്കും കാക്കയ്ക്കും കോഴിക്കും വേദം കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം അവരെല്ലാം പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ പ്രകൃതിയുടെ നിയന്ത്രണത്തിന് അതീതമായിട്ട് സഞ്ചരിക്കാൻ കഴിവുള്ളത് വിശേഷബുദ്ധിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ കുതിരയ്ക്ക് കടിഞ്ഞാണുള്ളതുപോലെ ശക്തനായിട്ടുള്ള കുതിരയെ നിയന്ത്രിക്കാൻ ഒരു കടിഞ്ഞാണുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ശക്തിയെ വേണ്ട രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. വളരെ ശക്തനായിട്ടുള്ള ആനയെ നിയന്ത്രിക്കാൻ അതിനൊരു പാപ്പാനും ഒരു തോട്ടിയുമുണ്ട് എന്നുണ്ടെങ്കിൽ ശക്തനായിട്ടുള്ള ആനയെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. എന്നാൽ അതേസമയം നിയന്ത്രണമില്ലാതെ മതം പൊട്ടിയ ആനയാണെന്നുണ്ടെങ്കിലോ എല്ലാറ്റിനെയും നശിപ്പിക്കാനും അതിന് സാധിക്കും. അതിനെ തടയാൻ പ്രയാസമാണ്. ഇതുപോലെയാണ് മനുഷ്യനും.
മനുഷ്യനെ വേണ്ട രീതിയിൽ വിവേകത്തോടുകൂടി നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റാൻ മനുഷ്യന് സാധിക്കും. എന്നാൽ വിവേകമില്ലാതെ, നിയന്ത്രണങ്ങളില്ലാതെ മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി എന്നുള്ളത് നരകമാക്കി മാറ്റുന്നതും മനുഷ്യൻ തന്നെയാണ്, മറ്റു ജീവികളൊന്നുമല്ല. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഭൂമിയിൽ വേണമെങ്കിൽ മനുഷ്യന് എല്ലാ കാര്യങ്ങളെയും നേടാൻ സാധിക്കും എന്ന് പറയണം. നല്ല രീതിയിൽ ഭൂമിയിൽ അധ്വാനിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ധാരാളം സസ്യങ്ങളും ധാന്യങ്ങളും ഒക്കെ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും. ഋഷിമാരുടെ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അറിവ് നേടാനുള്ളൊരു ത്വരയാണ്, വ്യഗ്രതയാണ് ഒരാൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നിന്ന് തന്നെ വേദജ്ഞാനത്തെ, അറിവിനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആത്മീയമായിട്ടുള്ളതാണെങ്കിലും ഭൗതികമായിട്ടുള്ള അറിവാണെങ്കിലും ലോകത്തിന് പ്രയോജനപ്പെടുന്നതോ ഉപദ്രവപ്പെടുന്നതോ ഒക്കെ ആയിട്ടുള്ള അറിവുകൾ ഭൂമിയിലുണ്ട്. ഏതാണെങ്കിലും അറിവ് വേണ്ടവർക്ക് അത് നേടിയെടുക്കാൻ നമുക്ക് ഈ ഭൂമിയിലൂടെ സാധിക്കും. ഇനി അസുര സ്വഭാവമാണ് ഉള്ളതെന്നുണ്ടെങ്കിലോ അവൻ മദ്യവും അതുപോലെയുള്ള കാര്യങ്ങളും അവനും കറന്നെടുക്കും. അതും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈശ്വരൻ നൽകിയതായിട്ടുള്ള കഴിവും സാമർഥ്യവും എല്ലാം ഉപയോഗിച്ച് മദ്യവും കുടിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരോ വീട്ടിലുള്ളവരെ സ്വൈരം കൊടുക്കാത്തവരോ വഴിയിൽ കമഴ്ന്നു കിടക്കുന്നവരെയോ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതും ഈ ഭൂമി തന്നെയാണ്. ഇനി സംഗീതാദി കാര്യങ്ങളോ സൗന്ദര്യത്തെയോ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് അപ്സരസുകളും ഗന്ധർവന്മാരും പ്രവർത്തിച്ചതുപോലെ അത് വേണ്ടവർ അത് നേടിയെടുക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ തന്നെ കപിലനെ പോലെ ആളുകളെ നേതാവാക്കിയിട്ട്, അല്ലെങ്കിൽ യോഗീശ്വരന്മാരെ അനുസരിച്ച് അണിമ മഹിമ തുടങ്ങിയിട്ടുള്ള സിദ്ധികൾ നേടിയെടുക്കുന്നുണ്ട്. യക്ഷന്മാരും രാക്ഷസന്മാരുമായിട്ടുള്ള ആളുകൾ തലയോട്ടിയിൽ രക്തം കറന്നെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടലും കുത്തലുമായിട്ടുള്ള ജോലികളിലൂടെ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരുടെ സംസ്കാരത്തിനനുസരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ്റെ കയ്യും കാലും വെട്ടിമുറിക്കുക, കൊല്ലുക, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചിട്ടുള്ളത്? എന്നാൽ അങ്ങനെയും ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അവിടെ കാണുന്നില്ലേ? അപ്പോൾ ഈ രീതിയിൽ ഭൂമി എല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതായിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൽ വിശേഷമായിട്ട് മനുഷ്യനാണെങ്കിൽ മനുഷ്യന് ഈശ്വരനാവാൻ അല്ലെങ്കിൽ ദേവനാകാനും സാധിക്കും, അസുരനാകാനും സാധിക്കും, മനുഷ്യനാകാനും സാധിക്കും. അതായത് പുണ്യം വളരെ കൂടുതലുണ്ടെങ്കിൽ എല്ലാവർക്കും നന്മ ചെയ്യുന്നവരാണ് ദേവന്മാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവം സത്വഗുണപ്രധാനികൾ എന്ന് പറയും. മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ദേവന്മാർ മഴയിലൂടെയും വെയിലിലൂടെയൊക്കെ പ്രകൃതിയെ, പ്രപഞ്ചത്തെ അനുഗ്രഹിക്കുന്നത്, അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ആരാധ്യരായിട്ട് മാറാൻ മനുഷ്യന് സാധിക്കും. എന്നാൽ അതേ മനുഷ്യന് തന്നെ അസുരന്മാരെ പോലെ ദ്രോഹിച്ച് ഭയപ്പെടുത്തുന്ന ആളുകളായിട്ട് ജീവിക്കാനും സാധിക്കും. അസുരന്മാരെ രാക്ഷസന്മാരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയമാണ് ഉണ്ടാകുന്നത്. അതുപോലെയുള്ള ആളുകളെയും നമുക്ക് ഈ ഭൂമിയിൽ കാണാം, നമ്മുടെ സമൂഹത്തിലും കാണാം. ആ രീതിയിലും മനുഷ്യന് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ ആർക്കും ഉപദ്രവമില്ലാതെ ഇടനിലയിലും മനുഷ്യനായിട്ട് ജീവിച്ചു പോവാം. നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നു, ജോലിക്ക് പോകുന്നു, കുടുംബം നോക്കുന്നു, വലിയ പുണ്യങ്ങളും ഇല്ല, വലിയ ഉപദ്രവവും ഇല്ലാതെ പോകുന്നു മനുഷ്യൻ മധ്യവർത്തിയായിട്ട്. ഇനി മനുഷ്യ ശബ്ദത്തിൻ്റെ അർത്ഥം മനനം ആയിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ, വേണ്ട രീതിയിൽ വിചാരം ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം നേടി സംസാര നിവൃത്തി നേടാനും സാധിക്കും മനുഷ്യന്. ഇതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഈ പൃഥു ഭൂമിയിൽ നിന്നും ഇതെല്ലാം കറന്നെടുത്തു എന്നുള്ളതായ ആ ഒരു കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ പശുസ്വരൂപിണിയായി സർവ്വ അഭീഷ്ടങ്ങളെയും ചുരത്തി തന്നതായിട്ടുള്ള ഭൂമിയോട് പൃഥു മഹാരാജാവിന് വലിയ വാത്സല്യം തോന്നി. അങ്ങനെ പ്രീതിയോടുകൂടി സ്വന്തം മകള് എന്നതുപോലെ സ്വന്തം മകളായിട്ട്, പുത്രിയായിട്ട് അംഗീകരിച്ചു. പൃഥുവിൻ്റെ പുത്രി എന്ന അർത്ഥത്തിലാണ് ഭൂമിക്ക് പൃഥ്വി എന്ന പേര് ഉണ്ടായത്. അതിനുശേഷം പൃഥു ചക്രവർത്തി തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട്, നേരത്തെ ഭൂമിദേവി പറഞ്ഞിരുന്നുവല്ലോ എൻ്റെ കുണ്ടും കുഴിയൊക്കെ ഒന്ന് തട്ടി നിരപ്പാക്കണമെന്നുള്ളത്, അങ്ങനെ തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് പർവ്വത ശിഖരങ്ങളൊക്കെ അടിച്ചുടച്ച് ഭൂമിയെ സമനിരപ്പാക്കി തീർത്തു. നമ്മുടെ വയലോ പറമ്പിലൊക്കെ കുണ്ടും കുഴിയൊക്കെ തട്ടി നികത്തി എന്തെങ്കിലും കൃഷി ചെയ്യാനൊക്കെ യോഗ്യമാക്കി തീർക്കാറുണ്ടല്ലോ. അതുപോലെ ഈ പൃഥുരാജാവ് ഭൂമിയെയും കുറേ സമനിരപ്പാക്കി തീർത്തു.
അതിനുശേഷം ഭൂമിയിൽ ജനങ്ങൾക്ക് അവരവരുടെ അർഹതയ്ക്കനുസരിച്ച് താമസിക്കാൻ വേണ്ടി പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, കോട്ടകൾ, സൈനിക താവളങ്ങൾ, കർഷക ഗ്രാമങ്ങൾ, വനവാസികളുടെ വാസസ്ഥലങ്ങൾ ഇവയൊക്കെ ഉണ്ടാക്കി അതാത് സ്ഥലത്ത് ജനങ്ങളെ താമസിപ്പിച്ചു. ഇവിടെ പറയുന്നത് പൃഥുവിന് മുമ്പ് ഈ പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ തുടങ്ങിയിട്ടുള്ള അങ്ങനെയൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഓരോരുത്തരും അവരവരുടെ ഇതിനനുസരിച്ച് കാട്ടിലും മറ്റുമൊക്കെ താമസിക്കുന്നു. ഇപ്പോൾ ഒരു സിവിലൈസ്ഡ് സിറ്റുവേഷൻ, ഒരു ജനസഞ്ചയം എന്ന് പറയുമല്ലോ. ഇപ്പോൾ ഗ്രാമങ്ങളായിട്ട്, അതുപോലെ തന്നെ പട്ടണങ്ങളായിട്ട്, നഗരങ്ങൾ, ഈ രീതിയിലൊക്കെ ഒരു ജീവിത വ്യവസ്ഥ കൊണ്ടുവന്നത് പൃഥു ആണ് എന്ന് പറയണം. അതിനു മുമ്പ് അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജനങ്ങൾ ഭയമില്ലാതെ ഓരോ സ്ഥലത്തും താമസിച്ചു വരികയായിരുന്നു ആദ്യം. പക്ഷേ അതിന് കൂട്ടിച്ചേർത്ത് കൃഷിക്കുള്ള സ്ഥലം മാറ്റിയിട്ടൊരു ഭാഗത്ത് ജനങ്ങൾക്ക് താമസിക്കാനുള്ളതായിട്ടുള്ള സ്ഥലം, ഇങ്ങനെയുള്ള വ്യവസ്ഥയൊക്കെ ചെയ്തത് ഈ പൃഥുവാണ് എന്ന് പറയുകയാണ്. ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ഈ 18-ാം അധ്യായം കഴിയുന്നു. പിന്നീട് പൃഥു അശ്വമേധയാഗങ്ങൾ നടത്തുന്നുണ്ട്. ആ അശ്വമേധയാഗത്തിൻ്റെ കഥയാണ് അടുത്ത അധ്യായത്തിലൂടെ പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.